ഒരു ഖബർ സിയാറത്തിന് പോയതാ. ഖബർ സിയാറത്തിന് പോകുമ്പോ ഒരു പെണ്ണിങ്ങനെ ബാഗും പിടിച്ചിട്ട് ആ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദെ എന്റെ മോൻ സിയാറത്തിന് പോയിട്ടുണ്ട്, ബസ് വരാൻ സമയമായി ഉസ്താദ്, അവനെ പറഞ്ഞുവിടാൻ. ഞാൻ പള്ളിക്കാട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ തിരിച്ചിറങ്ങി വന്നിട്ട് പറഞ്ഞു, താത്ത അവിടെ ആരുമില്ല. ഇല്ല ഉസ്താദെ, എന്റെ മോനുണ്ട്, അവനിന്ന് ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാ, വാപ്പാനോട് യാത്ര പറയാൻ പോയതാ ഉസ്താദെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചെന്ന് നോക്കുമ്പോ ഒരു 11 വയസ്സുള്ള ഒരു മകൻ, അവനിങ്ങനെ വാപ്പാടെ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയല്ല, അതാ കാണാൻ. ചെന്ന് നോക്കുമ്പോ അവന്റെ വാപ്പ മരണപ്പെട്ടു പോയി. ആ 11 വയസ്സുകാരൻ 17 ജുസു കാണാതെ പഠിച്ചിട്ടുണ്ട്. വാപ്പാടെ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, മോനെ നിന്റെ ഉമ്മ തിരക്കുന്ന എളുപ്പിറങ്ങിപ്പോടാ. ആ പൊന്നുമകൻ എന്നെ കണ്ടപ്പോ പറഞ്ഞു, ഉസ്താദ് എന്റെ വാപ്പായ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യൂ. അവന്റെ ആഗ്രഹമല്ലേ ഞാനൊരു ഫാത്തിഹ ഓതി. ദുആ ചെയ്യാൻ സമയമായപ്പോ ഞാൻ ആ പൊന്നുമോനോട് പറഞ്ഞു, മോനെ നീ ദുആ ചെയ്യണം നിന്റെ വാപ്പയ്ക്ക് വേണ്ടി. ഇല്ല ഉസ്താദ്, നിങ്ങൾ ദുആ ചെയ്യും. ഞാൻ അവിടെ നിന്നിങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുവേ ഈ പൊന്നുമോന്റെ വാപ്പാടെ ഖബർ നീ സ്വർഗമാക്കണമല്ല. ഞാൻ അങ്ങോട്ട് ദുആ ചെയ്യാൻ തുടങ്ങിയപ്പോ അവൻ കരയാൻ തുടങ്ങി. സത്യം പറഞ്ഞ അവൻ കരഞ്ഞ് എനിക്ക് പേടിയായിടും. ഈ ശ്വാസം നിലച്ചു പോകും. വല്ലാത്ത കരച്ചില്, കുഞ്ഞുങ്ങളുടെ കരച്ചിലല്ലേ. ആ 11 വയസ്സുകാരന് 11-12 വയസ്സിൽ അവന്റെ കരച്ചിൽ കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു. ഞാൻ പേടിച്ചു ദുആ നിർത്തി. എന്തെല്ലാം പറഞ്ഞിട്ട് ഈ മോൻ കരച്ചിൽ നിർത്താൻ ഞാൻ പറഞ്ഞു, എടാ നിന്റെ വാപ്പ ഖബറിൽ കിടന്നത് കാണാടാ, കരയില്ലടാ മോനെ. അപ്പൊ അവൻ എന്നോട് ചോദിച്ചു, ഉസ്താദ് എന്റെ വാപ്പച്ചി കാണും മോനെ. എങ്കിൽ ഞാൻ കരയില്ല ഉസ്താദ്. അവസാനം അവൻ വാപ്പാടെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് പറയുന്നു, വാപ്പാ 17 ജുസു ഞാൻ കാണാതെ പഠിച്ചു, എനിക്ക് ബാക്കി കൂടെ പഠിക്കണം, ഹാഫിളാവണം. എന്റെ ഉപ്പാനെ എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകണം. അള്ളാഹു ആ പൊന്നുമോൻ ആ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ഇത് കണ്ടപ്പോ കൊതിച്ചുപോയുടെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ മോനെ ഹാഫിളാക്കണമെന്നാണ്.